മെയ് 13 കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറുടെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന. ഖാൻ യൂണിസിലെ ആശുപത്രിക്ക് താഴെയുള്ള ടണലിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. DNA പരിശോധന നടത്തി മൃതദേഹം മുഹമ്മദ് സിൻവറുടേതെന്ന് സ്ഥിരീകരിച്ചതായും ഇസ്രായേൽ. ഹമാസിന്റെ റഫ ബ്രിഗേഡ് തലവൻ മുഹമ്മദ് സബാനിയുടെ മൃതദേഹവും കണ്ടെത്തി. മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതായി ഇതുവരെ ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും മെയ് 13 ഇയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാളുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും മൃതദേഹത്തിൽ DNA പരിശോധന ഉൾപ്പെടെ നടക്കുകയും ചെയ്തത്. മുഹമ്മദ് സിൻവർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വിവരങ്ങളെല്ലാം പുറത്തുവിടുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ മൃതദേഹം എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഒപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് സബാൻ എന്ന് പറയുന്ന മറ്റൊരു കമാൻഡറുടെ കൂടി വേറൊരു വിഭാഗത്തിലെ കമാൻഡറുടെ കൂടി മൃതദേഹം കണ്ടെത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂറോപ്പിലെ ഒരു യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിലുള്ള ടണലിൽ നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ പലതവണ വിശദീകരിച്ച സംഭവം കൂടിയാണ് ഇസ്രായേൽ. അതായത് ജനവാസ കേന്ദ്രങ്ങൾക്ക് കീഴിലും ജനവാസ കേന്ദ്രങ്ങളുടെ മേഖലകളിലുമെല്ലാം തന്നെ ആയുധങ്ങളും ഭീകര കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നത് വഴി മനുഷ്യ കവചമാക്കുന്നു എന്നതിനൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ. അതായത് യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിൽ കെട്ടിടത്തിന് കീഴിൽ ഒരു ടണലിൽ നിന്നാണ് ഈ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ശക്തമായ ആക്രമണമാണ് നടന്നത് എന്നാണ് നമുക്ക് അന്ന് ലഭ്യമായ വിവരങ്ങൾ. മെയ് 13 ഈ ആക്രമണമെല്ലാം നടക്കുകയും തുടർന്ന് മുഹമ്മദ് സിൻവറുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുക്കുകയും ചെയ്തതോടെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നീക്കത്തിലേക്ക് കുറെ കൂടി അടുക്കുകയാണ് ഇസ്രായേലും സ്വാഭാവികമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.